നിങ്ങളുടെ മൊബൈൽ ഫോൺ ബാറ്ററി അധിക മണിക്കൂറൊന്നും നിൽക്കുന്നില്ലെങ്കിൽ അതിന് പ്രശ്നക്കാരൻ ഈ ഒരു പ്ലേ സ്റ്റോറാണ്. ഈ ഒരു പ്ലേ സ്റ്റോറിലെ 2-3 സെറ്റിങ്സ് മാത്രം മാറ്റം വരുത്തിയാൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ അറിയും. അപ്പോൾ ഒട്ടും സമയം വൈകിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മുകളിൽ പ്രൊഫൈൽ ബട്ടൺ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും സെറ്റിങ്സ്. ഈ സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും ജനറൽ. ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഞാൻ ഡിസേബിൾ ആക്കിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഇതിൽ ബാറ്ററി കിട്ടാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ഓഫ് ചെയ്തതാണ്. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതെല്ലാം എനേബിൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ അക്കൗണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ ഡിസേബിൾ ആക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്ലേ സ്റ്റോറുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ അപ്ഡേറ്റ് ഏതെങ്കിലും വന്ന് അങ്ങനെയൊക്കെ അറിയിക്കാനുള്ളതാണെങ്കിൽ അപ്ഡേറ്റിൻ്റെ മാത്രം എനേബിൾ ആക്കിയാലൊക്കെ മതി. ഇതുകൊണ്ട് വേറൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കണം. ഇനി നേരെ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് വീണ്ടും ഈ പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് സെറ്റിങ്സിൽ വന്നാൽ ഇവിടെ നെറ്റ്വർക്ക് പ്രിഫറൻസ് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് പറഞ്ഞ ഈ ഓപ്ഷൻ കാണാൻ സാധിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടില്ലേ, നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും അപ്ഡേറ്റ് ഓവർ വൈഫൈ ഓൺലി പറഞ്ഞ ഈ ഓപ്ഷനിലായിരിക്കും നിങ്ങൾക്ക് അധികം ഉണ്ടാവുക. ഈ ഓപ്ഷനിലേക്ക് മാറ്റുക. ഈ ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ആപ്ലിക്കേഷനൊക്കെ ഒട്ടുമിക്ക ഈ ഓരോ ദിവസം അപ്ഡേറ്റ് ആകും. ചിലപ്പോൾ നമുക്കത് അത്ര ആവശ്യമില്ല, പക്ഷേ ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ അപ്ഡേറ്റും ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ സെറ്റിങ്സ് മാറ്റം വരുത്തുക. ഇനി നേരെ ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് വീണ്ടും ഈ പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാൻ സാധിക്കും പ്ലേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ആ സെറ്റിങ്സിൻ്റെ ഗിയർ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ഡിസേബിൾ ആണ്. ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഇത് എനേബിൾ ആയിരിക്കും. അങ്ങനെ എനേബിൾ ആണെങ്കിൽ ഇത് ഇന്ന് തന്നെ നിങ്ങൾ ഈ ഇംപ്രൂവ് ഹാംഫുൾ ആപ്പ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷന് ഡിസേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ അത് ഒട്ടുമിക്ക ആപ്ലിക്കേഷനും അത് വൈറസ് ഇല്ലാത്ത ആപ്ലിക്കേഷൻ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ക്രോം ബ്രൗസർ ഉപയോഗിച്ച് നിങ്ങൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ മാത്രമേ അത് ഗുണമുള്ളൂ. കാരണം അത് നിങ്ങൾക്ക് അറിയിക്കും അത് വൈറസ് ഉള്ള ആപ്ലിക്കേഷൻ ആണ് എന്ന് ഓർമ്മപ്പെടുത്തണമെങ്കിൽ ഇത് എനേബിൾ ആക്കണം. ഇത് ഡിസേബിൾ ആക്കി കഴിഞ്ഞാൽ അത് അത്തരത്തിൽ ക്രോം ബ്രൗസറിൽ നിന്നൊക്കെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ പ്ലേ സ്റ്റോറിലതൊക്കെ ഇത് ഒട്ടുമിക്ക ആപ്ലിക്കേഷനും അത് വൈറസ് ഇല്ലാത്ത ആപ്ലിക്കേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം നിങ്ങൾ ഡിസേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ പറയുക. ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ ഗുണം തീർച്ചയായും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ബാക്കിയുള്ളവർ അങ്ങനെ അറിയട്ടെ.